അപ്പം നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വേദനകളും ഒക്കെ നമ്മൾ പറയുന്ന ദിവ്യാനത്തിന് മുമ്പിലാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനത്തെ കർത്താവ് വളരെ മനോഹരമായിട്ട് ഓരോ നിമിഷവും ബ്ലെസ് ചെയ്യുന്നു. പിന്നെ എനിക്ക് വളരെ വലിയ ആഗ്രഹമായിരുന്നു, എന്ത് പറഞ്ഞാലും ഈശോയെ അനുഭവിച്ചറിഞ്ഞ ഒരാളെ എനിക്ക് ജീവിത പങ്കാളിയായിട്ട് തരണം. അതുമാത്രമല്ല, ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷം എനിക്ക് ഈശോയെ പങ്കുവയ്ക്കാനുള്ളൊരു അവസരം എന്തായാലും മിസ്സാവരുത്. ദൈവവചനത്തിലില്ലാത്തതൊന്നും ഈ പറയുന്ന ആരും ഇനി പറയുന്നുമില്ല, പറയാനൊട്ട് പോകുന്നുമില്ല എന്നുള്ള ഒരു വലിയൊരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ എനിക്കുണ്ട്. എന്നെ സംബന്ധിച്ച് ആൾക്കാരൊക്കെ എന്നെ വിളിക്കുമ്പം സർജറിയെക്കുറിച്ചാണ് ആൾക്കാർക്ക് ടെൻഷൻ. അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ സർജറിയെക്കുറിച്ച് ഒരു ടെൻഷനുമില്ല. ഏതൊക്കെ സ്ട്രഗിളുകൾ ഉണ്ടായാലും തീർച്ചയായിട്ടും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് വലിയൊരു കാര്യം. ഈ ചെറിയ കാര്യങ്ങളിൽ വരെ ദൈവം എത്രമാത്രം നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണെന്നുള്ളൊരു കാര്യം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സോണി, ഇതെൻ്റെ ഭാര്യ ടിൻഡു. സൈക്കോളജിസ്റ്റാണ്. അവൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു, കൂടാതെ പ്രൈവറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് 5 മക്കളാണ്. മൂത്ത ആൾ ജോഹന്ന പഠിക്കുന്നത് ഇപ്പോൾ എൻട്രൻസിൻ്റെ പ്രിപ്പറേഷനിലാണ്. രണ്ടാമത്തെ ആൾ ഇമ്മാനുവൽ +2 പഠിക്കുന്നു. മൂന്നാമത്തെ ആൾ ജെസ്സെ 7ാം ക്ലാസ്സിൽ. നാലാമത്തെ ആൾ ട്രീസ 2ാം ക്ലാസ്സിൽ. 5ാമത്തെ ആൾ ഇവാഞ്ചലിൻ UKG പഠിക്കുന്നു. ബേസിക്കലി ഞങ്ങൾ മൂലമറ്റംകാരാണ്. ഞങ്ങളിപ്പോൾ അവിടുന്ന് എറണാകുളത്തേക്ക് ഓൾമോസ്റ്റ് സെറ്റിൽഡാണ്. എറണാകുളത്ത് ഞങ്ങൾ താമസിക്കുന്ന കാക്കനാടാണ്. ഞാൻ ബിസിനസ് ചെയ്യുന്നു. എൻ്റെ പ്രൊഫഷൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു കമ്പനിയിൽ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്ത് ഒരു സെയിൽസിലൊക്കെ വർക്ക് ചെയ്ത് 10-20 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ GCUത്തിൽ ആക്റ്റീവ്ലി ഞങ്ങൾ ഇൻവോൾവ് ആണ്. ഞാൻ പ്രൊഫഷണൽ മിനിസ്ട്രിയുടെ ആനിമേറ്ററാണ്. പിന്നെ ഞങ്ങൾക്കൊരു ബിസിനസ്സിനൊരു ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ ബിസിനസ്സുകാരെല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് മന്ത്ലി കൂടുന്നൊരു ഗ്രൂപ്പുണ്ട്. പിന്നെ ടിൻഡു വുമൻസ് നെറ്റ്വർക്ക് അതിനകത്ത് ടിൻഡു ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്. അതാണ് ഞങ്ങളുടെ ഒരു മിഷണറി എക്സ്പീരിയൻസും ഞങ്ങളിപ്പോൾ ഇൻവോൾവ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു മേഖല എന്ന് പറയുന്നത്. എൻ്റെ ലൈഫെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗോഡ് എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചെറുപ്പം മുതൽ തന്നെ ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു വന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ ഒരു കാര്യമായിട്ട് പലപ്പോഴും തോന്നിയിട്ടില്ല. പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി പതുക്കെ കൂടി വന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനിഷ്യലി ഒക്കെ എന്ന് പറയുമ്പോഴത്തേനും ഈ പേരൻസിൻ്റെ ഒരു പ്രഷർ കൊണ്ട് നമ്മൾ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ കുറച്ച് കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ലൈഫിലെ പല എക്സ്പീരിയൻസസുകളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമൊക്കെ വന്നപ്പോഴത്തേനും ഒരു സിറ്റുവേഷൻ ഞങ്ങളുടെ ഫാമിലിയിലുണ്ടായത്, എൻ്റെ ഫാദറും മദറും എൻ്റെ ഗ്രാൻഡ് പേരൻസും ഞാനും ഒറ്റയാളാണ്, ഒരു മോനാണ്. അപ്പോൾ ഞാനൊഴിച്ച് ബാക്കി എല്ലാവർക്കും അസുഖം വന്ന് ഒരു ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾ പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫാദർ നല്ലൊരു സ്പിരിച്വലി ഡെപ്തുള്ളൊരു മനുഷ്യനായിരുന്നതുകൊണ്ട് പുള്ളി ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഞാൻ പലപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ പോലും അത് അത്രമാത്രം ഒരു എൻറിച്ച്ഡ് ആയിട്ടുള്ളൊരു സാധനം ആയിരുന്നില്ല. അപ്പം ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലിയും ഒക്കെ ബുദ്ധിമുട്ടിയ ഒരു സമയത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തി. അപ്പം പ്രാർത്ഥിക്കുന്ന ആളാണല്ലോ, ഇപ്പം നിങ്ങളുടെ ലൈഫിൽ വേറെന്തോ പ്രശ്നമുണ്ട് എന്ന് ഈവൻ നമ്മളുടെ വികാരിച്ചും വരെ വന്നിച്ച് പറഞ്ഞു, നിങ്ങളുടെ ലൈഫിൽ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇത്ര സ്ട്രഗിൾ നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ അപ്പം പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണ് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നുള്ള എനിക്ക് കൃത്യമായ ഒരു ധാരണയുണ്ട്. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വരുന്നില്ല. ഞാനത് പ്ലസ് ടു ഇപ്പോൾ പഴയ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ആ ഒരു സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര ഐ ഓപ്പണിങ് സാധനമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്? പക്ഷെ ഇത് കഴിഞ്ഞിട്ട് പോകെ ഞാൻ ഡിഗ്രി പഠനത്തിലേക്ക് മാറിയപ്പോഴും അങ്ങനെ ജോലിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴൊക്കെ ആ ഒരു സമയമായപ്പോൾ എനിക്ക് കൃത്യമായിട്ടൊരു മനസ്സിലായി ആ ഒരു ഫെയ്ത്ത് എന്തായിരുന്നുള്ളത്. ശരിക്കും അങ്ങനെ ആ ഒരു ഫെയ്ത്തിൽ നിന്നാണ് ശരിക്കും എൻ്റെ ഉള്ളിലൊരു ക്രിസ്തുവിൻ്റെ ഒരു ഫോർമേഷനൊക്കെ വന്നത്. അപ്പം പേരൻസ് എത്രമാത്രം നമ്മളുടെ ഒരു റോൾ മോഡലായിട്ടൊക്കെ ആ സമയത്ത് വന്നു എന്നൊക്കെ ഉള്ളത് ഒരു സമയം എനിക്ക് ഭയങ്കര ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വന്ന് ഈ പറഞ്ഞ പോലെ ഒരു ഇൻറ്റൻസീവ് പ്രയറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. GCUത്തിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം ജോലി പോയി കഴിഞ്ഞപ്പോൾ ഒരു 4 വർഷത്തോളം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പള്ളിയിൽ പോവും,
എന്നുള്ള അല്ലാണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു എൻ്റെ ജോലി അങ്ങനത്തെ ഒരു 24/7 എന്ന് പറഞ്ഞിടത്തൊരു ജോലിയായിരുന്നു ഇനീഷ്യലി ആ ഒരു സമയത്തൊക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ജോബ് ചേഞ്ച് ഒക്കെ ആയിട്ട് ഞാൻ ICICI ഒരു സ്ഥാപനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ജീസസ് യൂത്ത് തന്നെ എങ്ങനെയോ ഞാനൊരു ജീസസ് യൂത്ത് എന്ന് അറിയുകയും അതൊക്കെയാണ് ഈ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ആ ഒരു മൊമെൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുതൽ പിന്നെ ഒരു ദിവസം പോലും എനിക്ക് പുറകോട്ട് പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പം അന്നിങ്ങനെ പുള്ളിക്കാരത്തി എന്നെ നമ്മുടെ അടുത്തുള്ളൊരു ജീസസ് യൂത്തിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുപോവുകയും പിന്നെ അവരുടെ വീട്ടിൽ പോവുകയും പിന്നെ എല്ലാ ദിവസവും അവരുടെ വീട്ടിൽ പോവുകയും അങ്ങനെ ആ ഒരു ഇതിലേക്ക് വന്ന് ആ ഒരു എന്താ പറയുക ഒരു ലൈഫാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫോർമേഷൻ പീരീഡ് എന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ ആക്റ്റീവായിട്ട് ജീസസ് യൂത്തിലൊക്കെ ഇൻവോൾവായി, കർത്താവിനെ നന്നായിട്ട് അറിയാൻ പറ്റി, പേഴ്സണൽ എൻകൗണ്ടർ ഭയങ്കരമായിട്ടുണ്ടായി. അപ്പോൾ അത് ആ ഒരു ഫെയ്ത്ത് ഫോർമേഷൻ ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇപ്പം ഞങ്ങളുടെ ഒരു കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും ഞാൻ കല്യാണ സമയത്ത് ശരിക്കും ആഗ്രഹിച്ചൊരു കാര്യം വേറെ ഒന്നിനേക്കാളൊക്കെ ഉപരി കർത്താവിനെ അറിയുന്ന ഒരാൾ, അല്ലെങ്കിൽ അതിൽ എന്ത് കാര്യങ്ങളും നമുക്കൊരു സെറ്റിൽമെൻറ്റ് കർത്താവിൽ നിൽക്കുന്ന ഒരാളിൽ എനിക്ക് കിട്ടിയാൽ മതി. അതായത് അവിടെ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ആളുടെ ജോലിയോ അല്ലെങ്കിൽ ആളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ ഇതൊന്നും ഞാൻ ഞാനൊരു പ്രയോറിറ്റി ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു. അപ്പം എൻ്റെ ഒരു പ്രാർത്ഥനയും ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ അമ്മയൊക്കെ പറയായിരുന്നു നീ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ. അപ്പം വലിയ കാര്യമായിട്ടൊന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിലുള്ളൊരു കാര്യമായിരുന്നു ഒരു ദൈവവിശ്വാസം ഉള്ള ഒരാൾ, ഫെയ്ത്ത് ഉള്ള ഒരാളെ കിട്ടണം, ബാക്കിയെല്ലാം അതിൽ സെറ്റിൽ ചെയ്യപ്പെടും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇങ്ങനെ ഒരു കല്യാണാലോചന വന്നപ്പോൾ ടിൻറ്റുവിൻ്റെ ഒരു കല്യാണാലോചന. അപ്പം എനിക്ക് ജീസസ് യൂത്ത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ടിൻറ്റുവിന്, പക്ഷേ ഞങ്ങൾ തമ്മിൽ അറിയത്തൊന്നുമില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഇത് വന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അപ്പം ഈ ഒരു ജീസസ് യൂത്ത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ പകുതി എനിക്ക് സമ്മതമായി. പിന്നെ അതിനകത്ത് വേറെ പ്രയോറിറ്റീസ് ഒന്നും വലിയ കാര്യമായിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ തമ്മിലുള്ളൊരു കല്യാണം. അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് 25 വയസ്സും ടിൻറ്റു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 21 വയസ്സും ഉള്ളൂ. അപ്പം ജോലി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു സമയത്താണ് ശരിക്കും ഞങ്ങൾ കല്യാണം കഴിഞ്ഞു. പിന്നെ അവിടെ മുതൽ ഞങ്ങളിപ്പോൾ ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സമയത്തൊക്കെ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ടിൻറ്റുവിൻ്റെ ആ ഒരു ഫെയ്ത്തും കാര്യങ്ങളും ഒക്കെ എന്നേക്കാളും കുറച്ചുകൂടെ ഫെയ്ത്തുള്ള ആളായിരുന്നു ടിൻറ്റു. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഒറ്റപ്പൂരായിട്ട് പറഞ്ഞുകൊണ്ട് കുറേ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ചാടി പുറപ്പെടുക, അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കുന്നു, വേറൊരാളെക്കുറിച്ച് വലിയ കാര്യമായിട്ട് ബോധർ ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പലപ്പോഴും ടിൻറ്റു ഇങ്ങനെ സംസാരിക്കും, നമ്മളങ്ങനെ ചെയ്യരുത്, അടുത്ത ആൾക്ക് വിഷമം ഉണ്ടാവും, അപ്പോൾ നമ്മളങ്ങനെ ചിന്തിക്കണം, മറ്റുള്ളവരെ കൺസിഡർ ചെയ്യണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ ശരിക്കും ഒരു ഫോർമേഷൻ ഭയങ്കരമായിട്ട് ആ ഒരു ബോണ്ടിങ് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഒരു ലൈഫ് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഞാനൊരു ചങ്ങനാശ്ശേരിക്കാരിയാണ്. എൻ്റെ വീട്ടിൽ നേരെ സോണി പറഞ്ഞ പോലെ ഒരു കരിസ്മാറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമുള്ള ഒരു വീടായിരുന്നില്ല. പക്ഷെ മമ്മി മാതാവിനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. അച്ഛ വളരെ ഈ പറഞ്ഞ നല്ലൊരു വാല്യൂ സിസ്റ്റം ഉള്ള, വളരെ ജെനുവിനായിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പം ഇത് ഞങ്ങളെ തീർച്ചയായിട്ടും എൻഹാൻസ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളെ മക്കളെ വളർത്തുന്നതിൽ നന്നായിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് എനിക്കൊരു വലിയ ദൈവാനുഭവം ഉണ്ടോ, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ മനോഭാവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷേ ഞങ്ങളുടെ വീട്ടിലെ കുരിശുവരയൊക്കെ ഭയങ്കര ക്ലിയർ ആയിരുന്നു. വളരെ വൃത്തിയായിട്ട് എല്ലാ ദിവസവും തന്നെ കുരിശ് വരയ്ക്കുന്ന ഒരു വലിയ നല്ല കാര്യമായിരുന്നു ഞങ്ങളുടെ ഭവനത്തിൽ. പിന്നീട് മുന്നോട്ട് പോകുമ്പോഴാണേലും ഈ കുർബാനയ്ക്ക് പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നെ സംബന്ധിച്ചൊരു ഉള്ളിൽ നിന്ന് വന്നൊരു സാധനമൊന്നുമല്ല. ഒരു ഞായറാഴ്ച പോലും സത്യം പറഞ്ഞാൽ സൺഡേ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് പോകുന്നു, അങ്ങനെയുള്ള ഒരു തലത്തിലായിരുന്നു വളർന്നു വന്നത്. ഒരു 3-4 പേരൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ അതിനിടയിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ. വിറച്ചായിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ പോക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡിലുള്ള പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഗൗരവമായിട്ട് പോകുന്ന പോലെ തോന്നും, പക്ഷേ ഭയം കൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിട്ട് ഒരു ഡിഗ്രി കാലഘട്ടം ഒക്കെ എത്തിയപ്പോൾ ഞാൻ അസംഷൻ കോളേജിലായിരുന്നു പഠിച്ചത്. ഡിഗ്രിയും അവിടെയായിരുന്നു പഠിച്ചിരുന്നത്. ഡിഗ്രി പഠിച്ചിരുന്ന സമയത്ത് അവിടെ ഒരു ജീസസ് യൂത്ത് ആയിട്ടുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു. സിനി ചേച്ചി എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചി ഇപ്പോൾ കോതമംഗലത്താണ് താമസിക്കുന്നത്. ചേച്ചിയാണ് ശരിക്കും ജീസസ് യൂത്തിലേക്ക് എന്നെ ശരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ അന്ന് അസംഷനിൽ ഒരു ആക്റ്റീവായിട്ടുള്ളൊരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രയർ മീറ്റിങ്ങുകൾ, ചൊവ്വാഴ്ചകളിൽ നടക്കുന്ന പ്രയർ മീറ്റിങ്ങുകളിൽ ചേച്ചി ആദ്യം നമ്മളെ പതുക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്നേഹപൂർവ്വമായ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളോട് ചിലപ്പോൾ വീട്ടിൽ വന്ന് സംസാരിക്കും. അപ്പം വളരെ നമ്മളിൽ ഒരാളായിട്ടങ്ങ് മാറുവാണ്, നമ്മുടെ കൂടെ നടക്കുന്ന ഒരാളായിട്ട് മാറുവാണ്. അപ്പം ദൈവസ്നേഹം ഇങ്ങനെ പങ്കുവയ്ക്കാൻ വേണ്ടി അവരെടുക്കുന്ന എഫേർട്ട് വളരെ വലുതായിരുന്നു.
അങ്ങനെ ഞാൻ പതുക്കെ അവിടുത്തെ പ്രെയർ ഗ്രൂപ്പിൻ്റെ കോർഡിനേറ്ററായി. പ്രെയർ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് വന്നു. ആദ്യമൊന്നും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ശരിക്കും എന്ത് പറയണം, എങ്ങനെയാണ് ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രെയർ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. പക്ഷേ മെല്ലെ മെല്ലെ ചേച്ചി ഇങ്ങനെ ഓരോ കാര്യത്തിലൂടെ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങി. ചെറിയ MC ചെയ്യിപ്പിച്ചു, ചെറിയ ക്ലാസ്സുകളൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഒരു ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പോലൊക്കെ വരുന്ന ഒരു സമയം വരുന്നത് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരി സോണിൽ ജോർജ് ഗ്ലോറിയ ചേട്ടൻ്റെ ഒരു റിട്രീറ്റ് ഒന്നുമല്ല, പക്ഷെ ഒരു സെഷനാണ്. ചേട്ടൻ ഇങ്ങനെ രഹസ്യങ്ങളെക്കുറിച്ച്, മാതാവിൻ്റെ ജപമാല രഹസ്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ വിശദമായിട്ട് പറയുകയാണ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് വളരെ സ്ട്രൈക്ക് ചെയ്ത ഒരു സെഷനായിരുന്നത്. പിന്നീട് കുറച്ചും കൂടെ ഈ കർത്താവിനോട് അടുപ്പിച്ചൊരു ആഴത്തിലൊരു ബന്ധം ഉണ്ടാവാൻ വേണ്ടി അത് സഹായിച്ചു. പിന്നീട് ഉണ്ടായിട്ടുള്ള കുറേ റിട്രീറ്റുകൾ, ഞങ്ങൾ അസംഷൻ കോളേജിലാണെങ്കിൽ എനിക്കൊന്ന് ഉപ്പാണിയച്ചൻ്റെയും അങ്ങനെയുള്ള പല ആൾക്കാരുടെയും റിട്രീറ്റുകളും മറ്റും ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ റിട്രീറ്റുകളുടെ സമയത്തൊക്കെ പിന്നെ പ്രെയർ പാർട്ട്നേഴ്സ് പോലെയുള്ള ആൾക്കാർ നമ്മളുടെ ഈ പ്രെയർ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് തന്നെ ഞാനിപ്പോഴും ഓർക്കുന്നു, ഇപ്പോൾ ആലപ്പുഴയിൽ താമസിക്കുന്ന, അവൾ പണ്ട് നേരത്തെ മുണ്ടക്കയമായിരുന്നു, അനു, അങ്ങനെ മെറിൻ, കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു കൂട്ടുകാർ സെറ്റ്. അപ്പോൾ നമുക്കൊരു സ്പിരിച്വൽ ഡൗൺ വന്നാലും അവർ പേഴ്സണൽ പ്രെയർ എന്തായി, വിശുദ്ധ കുർബാന സ്വീകരിച്ചോ, അല്ലെ അഡോറേഷൻ ഇരുന്നോ, അല്ലെ അങ്ങനെ ചില കാര്യങ്ങൾ അവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മളെ ഇങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ താഴാനായിട്ട് പറ്റാത്തത് പലപ്പോഴും ഈ ബാക്ക് ബെഞ്ചിലിരിക്കാതെ ഫ്രണ്ട് ബെഞ്ചിൽ നിർബന്ധിച്ച് നമ്മൾ ഇരിക്കേണ്ടി വരുന്നത് കൊണ്ട് നമ്മൾ സോക്കോൾഡ് ഒരാളായിട്ട് കാണിക്കണം. അതുകൊണ്ട് പ്രാർത്ഥിച്ചേ പറ്റൂ, മുട്ടുകുത്തിയേ പറ്റൂ. അങ്ങനെ ഡിഗ്രി സമയങ്ങളിലൊക്കെ തന്നെ ക്ലാസ്സുകൾ എടുക്കാനും പറഞ്ഞ പോലെ പ്രോഗ്രാമുകൾക്ക് പോകാനും ഒക്കെയുള്ള വലിയ അവസരങ്ങൾ കിട്ടി. ഇപ്പോൾ ജീസസ് യൂത്തിലെ വേറെ പല പല പ്രോഗ്രാമുകൾക്ക് പോയി, പല അനുഭവങ്ങളായിരുന്നു. പിന്നീട് വന്ന ഇന്ന് വരെ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് മുതിർന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചു. അവർ നമ്മളോട് പേഴ്സണലി ഒന്നും ഷെയർ ചെയ്തില്ലെങ്കിലും അവരുടെ നോട്ടവും അവരുടെ സംസാരവും അവർ ഡിസ്കസ് ചെയ്യുന്ന രീതികളും ഒക്കെ കണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ പഠിക്കുകയും അത് മാറ്റം വരുത്തുകയും പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുകയൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് വളരെ വലിയ ആഗ്രഹമായിരുന്നു, എന്തു പറഞ്ഞാലും ഈശോയെ അനുഭവിച്ചറിഞ്ഞ ഒരാളെ എനിക്ക് ജീവിത പങ്കാളിയായിട്ട് തരണം. അതുമാത്രമല്ല, ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷവും എനിക്ക് ഈശോയെ പങ്കുവയ്ക്കാനുള്ളൊരു അവസരം എന്തായാലും മിസ്സാവരുത്. അപ്പം അനുഭവിച്ച ഒരാളെ കല്യാണം കഴിക്കുവാണെങ്കിൽ എനിക്ക് ഒരു കാരണവശാലും ഈശോയെ കൊടുക്കുന്ന ഒരു കാര്യത്തിന് തടസ്സം ഉണ്ടാവത്തില്ല. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ ചെറുതും വലുതുമായിട്ടുള്ള, അതിപ്പോൾ ജീസസ് യൂത്തിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് മാത്രമല്ല, ചെറിയ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ പോലും, നമ്മളിപ്പോൾ നമ്മുടെ പ്രൊഫഷണലിലായിരുന്നാലും, ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഫ്രീലാൻസായിട്ട് മറ്റ് കൗൺസിലിങ്ങുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന നമ്മളുടെ ഗോഡ് എക്സ്പീരിയൻസ് നമ്മുടെ ഈ ഒരു പ്രൊഫഷനിൽ നമ്മളെ വളരെ കാര്യമായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഒരു തിയറിക്കും അപ്പുറം, സൈക്കോളജിക്കൽ തിയറിക്കും അപ്പുറം ഈ പറഞ്ഞ പോലെ ഒരു തമ്പുരാനെ നമ്മൾ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് നമുക്ക് കർത്താവിനെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം, ഞാൻ ഈ സൈക്കോളജിയൊക്കെ പഠിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ അത് പഠിക്കാൻ ശ്രമിക്കുന്നതൊക്കെ പിന്നീടാണ്. അതായത് ഞാൻ വിവാഹത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ ആരംഭിക്കുന്നത് പറയാം. ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം സോണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു BEd ഒക്കെ എടുക്കുന്നത് വിവാഹം കഴിഞ്ഞ് 2 പേര് കഴിഞ്ഞിട്ടാണ്. BEd MEd ഒക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് സൈക്കോളജിയോടൊരു ഇഷ്ടമൊക്കെ തുടങ്ങി, അല്ലെ അതൊക്കെ പഠിച്ചത് ഈ ബൈബിള് വായിച്ചതിന് ശേഷവും അല്ലെങ്കിൽ തമ്പുരാനെ അനുഭവിച്ചറിഞ്ഞതിന് ശേഷവും ആയതിന് ഞാൻ ഇപ്പോഴും ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഈ വായിക്കുന്ന സാധനങ്ങൾക്കെല്ലാം ഉപരിയായി ഇതിൽ പറഞ്ഞതിനേക്കാളും മേലെ ഈ ബൈബിളിലുണ്ട് എന്ന് നമുക്ക് കുറച്ചും കൂടെ കൺവിക്ഷൻ കിട്ടിയത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ബൈബിളിൽ പറയാത്തതൊന്നും, ദൈവവചനത്തിലില്ലാത്തതൊന്നും ഈ പറയുന്ന ആരും ഇനി പറയുന്നുമില്ല, പറയാനൊട്ട് പോകുന്നുമില്ല എന്നുള്ള ഒരു വലിയൊരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ എനിക്കുണ്ട്. ഞങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഇത് നമ്മളൊരു കോഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായി, നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ പേഴ്സണലി നമ്മൾക്ക് പലപ്പോഴും നല്ല സ്ട്രഗിൾസ് ഉണ്ടാവും. സ്ട്രഗിൾസ് എന്ന് ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും ഞാനൊക്കെ അതിനെ സ്ട്രഗിൾ എന്ന് വിചാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ എക്സ്പീരിയൻസ് ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിക് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ,
ഞങ്ങൾ 2020 ആണ് എനിക്കൊരു സർജറി വരുന്നത്. സർജറി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ടിൻഡു ഏതാണ്ട് 7 മാസം പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങളുടെ ഒരു 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 പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ടിൻഡു ഡെലിവറിക്ക് വേണ്ടിയിട്ട് ടിൻഡുവിൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പം ഞങ്ങളുടെ 4ാമത്തെ കുഞ്ഞിന് അപ്പോൾ 1.5 വയസ്സ് പ്രായം, 1 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഡെലിവറി ആകുന്നതിന് അവൾക്ക് 2 വയസ്സാവും. അപ്പം ഇവളുടെ കൂട്ടത്തിൽ വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങിയായിരുന്നു ആ ഒരു സമയത്ത്. അപ്പം ഇവളെ കുളിപ്പിക്കുന്നതും ഇവളെ ഉറക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ഞാനുമായിട്ട് അറ്റാച്ച്ഡായി എൻ്റെ നെഞ്ചത്ത് കിടന്നാണ് ഇവൾ ഉറങ്ങുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ആയി കഴിയുന്ന സമയത്താണ് ശരിക്കും എനിക്ക് ഈ സർജറി എന്ന് പറഞ്ഞ ഒരു സംഭവം വരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ആൾക്കാരൊക്കെ എന്നെ വിളിക്കുമ്പം സർജറിയെക്കുറിച്ചാണ് ആൾക്കാർക്ക് ടെൻഷൻ. അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ സർജറിയെക്കുറിച്ച് ഒരു ടെൻഷനുമില്ല. നമ്മുടെ ജോ ഡോക്ടർ എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ജോ ഡോക്ടറാണ് എൻ്റെ അടുത്ത് എങ്ങനെ ഈ സാധനം ഡയഗ്നോസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു ബൈപ്പാസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഫൈൻ, നമുക്കത് തന്നെ പോവാം എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സ്ട്രഗിൾ 2 മാസം ഞാൻ എങ്ങനെ ഈ കുഞ്ഞിനെ എടുക്കാതിരിക്കും. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് കൈ നീട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഹൃദയം തകർന്നു പോകും. കാരണം വേറെ ഓപ്ഷനില്ല. അവൾ പിന്നെ കരയും. അങ്ങനെ ഭയങ്കര അറ്റാച്ച്ഡായി. അപ്പോൾ ഞാൻ ഈ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ വേദന അതാണ്. 4 ദിവസം 5 ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ തിരിച്ചു വരുന്നത്. പക്ഷെ ഞാൻ ആ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ സാധാരണ എന്നെ കാണുമ്പോൾ അവൾ ഓടി കിട്ടുന്നത് കെട്ടിപ്പിടിച്ച് കൈ നീട്ടി പിടിക്കുന്ന അവൾ ഒരു പ്രാവശ്യം പോലും 2 മാസത്തേക്ക് എൻ്റെ അടുത്ത് നേരെ വന്ന് കൈ നീട്ടിയില്ല എന്നുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഏറ്റവും വലിയൊരു ഗോഡ് എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ച്. കാരണം ഈ ചെറിയ കാര്യങ്ങളിൽ വരെ ദൈവം എത്രമാത്രം നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണെന്നുള്ളൊരു കാര്യം. കാരണം ദൈവത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ, നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ കർത്താവ് നിൻ്റെ ആവശ്യങ്ങൾ വളരെ ക്ലിയറായിട്ട് കാണുന്നു. അത് വളരെ ആവശ്യ സമയത്ത് ക്രമീകരിക്കപ്പെടുന്നു എന്നുള്ളൊരു വലിയൊരു ബോധ്യം എനിക്കവിടെ കിട്ടി. ഞാൻ എൻ്റെ പല സെഷനുകളിൽ സംസാരിക്കുമ്പോഴും ഗോഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ ആദ്യത്തെ ഗോഡ് എക്സ്പീരിയൻസിനേക്കാളും ഞാൻ പറയും ഇതാണ് എൻ്റെ ഒരു വലിയൊരു ഗോഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കാരണം കർത്താവത്തെ ചെറിയ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാലുവാണെന്നുള്ളൊരു കാര്യം അത് എൻ്റെ ലൈഫിലൊരു വലിയൊരു കാര്യമാണ്. അപ്പം അത് സംഭവിച്ചതും ഈ സർജറി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തൊരു ടെൻഷനായിരുന്നു. എൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു ഇവളെ ഞാൻ തന്നെ ഇവളുടെ വീട്ടിൽ കൊണ്ടുവിടണം, ഡെലിവറിക്ക് വേണ്ടിയിട്ടും തിരിച്ച് വിളിക്കണം. പക്ഷേ കൊണ്ടുവിടാൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ തിരിച്ച് ഞാൻ വിളിച്ചു. ഒരു 70 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങി. അതായത് നമ്മൾ അത്രമാത്രം ആഗ്രഹിക്കുകയും നമ്മൾ അത്രമാത്രം പ്രാർത്ഥിക്കുകയും ആ ഒരു ഇത് ഒന്നും അല്ല എന്നുള്ളൊരു കാര്യത്തിലേക്ക് നമുക്ക് ഒരു ബൈപ്പാസ് സർജറി വരുന്നൊന്നും വലിയ കാര്യമല്ല. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുമെന്നുള്ളൊരു വലിയൊരു ബോധ്യത്തിലേക്ക് ഞങ്ങൾ രണ്ടുപേരും എത്തി. അവളെ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന ഞാൻ തന്നെ പോയി വണ്ടി ഓടിച്ചു പോയി തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ലൈഫിലെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ദൈവം നമ്മുടെ കാര്യങ്ങളിൽ എത്രമാത്രം കൂടെ നിൽക്കുന്നു, കൂടെ നടക്കുന്നു എന്നുള്ളൊരു കാര്യം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും മനോഹരമായ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ദൈവികാരനെ ഈശോയുടെ മുന്നിലിരിക്കുന്ന നിമിഷങ്ങളാണ്. അതെനിക്ക് കുറേ കർത്താവ് ഇങ്ങനെ അനുവദിച്ച് തന്നിട്ടുണ്ട്. ഒരു കൃപ പോലെ അങ്ങനെ തന്നിട്ടുണ്ട്. എപ്പോൾ പുറത്തിറങ്ങിയാലും എനിക്ക് പുറത്തിറങ്ങാൻ പലപ്പോഴും സാധിക്കാത്തൊരു സമയങ്ങളുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ജോലിക്കൊന്നും പുറത്തു പോകാത്ത സമയങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് വീടിനുള്ളിൽ തന്നെയായിരുന്നു പ്രാർത്ഥന. കാരണം വളരെ കൊച്ചുങ്ങളാകുമ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ വൺസ് ഇവർ എപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയോ അപ്പം ഞാൻ ജോലിക്ക് കയറിയിട്ടില്ല. പക്ഷേ ഇവരെ സ്കൂളിൽ കൊണ്ടുവിടും. എന്നിട്ട് ഞാനൊരു ബാഗൊക്കെ എടുത്ത് ഞാനും സ്കൂട്ടർ എടുത്ത് ഇറങ്ങും. അത് ചിലപ്പോൾ ഒരു വല്ലാർപാടം പള്ളിയിലെ ആരാധന ചാപ്പലിലേക്കായിരിക്കും പോവുക. അവിടെ ചിലപ്പോൾ മണിക്കൂറുകൾ ചിലവഴിക്കുമായിരുന്നു. അത് തന്നെയായിരുന്നു എൻ്റെ പരിപാടി. ആരെങ്കിലുമൊക്കെ എൻ്റെ പോക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തോ വലിയ ജോലിയുള്ള ആൾ പോകുന്ന ഒരു പോക്കായിരുന്നു മനസ്സിലാവുന്നത്. പക്ഷേ ഇവരെ കൊണ്ടുപോകും. അപ്പോൾ ഇവർ തിരിച്ചു വരുന്ന സമയം കൊണ്ട് തിരിച്ച് ഞാനും വന്ന് അങ്ങനെ കയറുന്നൊരു ഇതുണ്ടായിരുന്നു. അത് എൻ്റെ ഒരു 4-ാമത്തെയും 5-ാമത്തെയൊക്കെ ഒരു ഗർഭാവസ്ഥ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെയും കൊറോണയുടെയൊക്കെ സമയമായിരുന്നു. പക്ഷെ അതിനു മുന്നേ കുറേ സമയങ്ങൾ ഇതുപോലെ അടുപ്പിച്ച് തന്നെ ദിവികാനത്തിൻ്റെ മുന്നിൽ സ്പെൻഡ് ചെയ്യാനുള്ള സമയം. പിന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 4-ാമത്തെ ആളെ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് എന്നോടിങ്ങനെ ഡോക്ടർ തുടക്കത്തിൽ പറയുന്നുണ്ട് ഒരു ഇന്നർ ബ്ലീഡിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് യാത്ര ചെയ്യുന്നതൊക്കെ ഒന്ന് വണ്ടിയിൽ കയറുന്നതൊക്കെ ഒന്ന് സൂക്ഷിക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു സമയത്ത് മാത്രമേ ആ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ എൻ്റെ 5 പ്രസവങ്ങൾക്കും എനിക്ക് അങ്ങനെ ഒരു വലിയ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടില്ല. 9-ാം മാസം വരെയും വണ്ടിയും കൊണ്ട് 2 വീലറും കൊണ്ട് നടക്കുന്ന ആളായിരുന്നു ഞാൻ. കാരണം അതുപോലെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് കർത്താവ് കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് എൻ്റെ ഏറ്റവും വിഷമം എനിക്ക് ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് പോകാനായിട്ട് എൻ്റെ ദൈവമേ അപ്പോൾ എങ്ങനെയാണ് ഞാൻ 2 വീലർ എടുത്തുകൊണ്ട് തൊട്ടടുത്തേക്ക് നീങ്ങുക. അപ്പോൾ നമ്മൾ താമസിക്കുന്ന തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു
ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ലൂർദ് ഹോസ്പിറ്റലിലായിരുന്നു. അന്ന് പ്രഗ്നൻസി ഞങ്ങൾ ഉറപ്പിക്കുന്ന ദിവസം അവിടെയുള്ള ഒരു ഉണ്ണിമരിയയുടെ ഒരു ഒരു ചെറിയ ചാപ്പൽ പോലെ ഉണ്ടായിരുന്നു അവിടെ. ആ ചാപ്പൽ അവരെന്തോ പണിയുന്നത് പോലെ തോന്നി. ജസ്റ്റ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ പണി നടക്കുന്നത്? അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് നാളെ മുതൽ ഇത് ദിവ്യകാരുണ്യ ചാപ്പലായിട്ട് ഇത് അങ്ങനെ കൺവേർട്ട് ചെയ്യുകയാണെന്ന് പറയും. അതെനിക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു വലിയ കൃപയായിരുന്നു, വലിയ സന്തോഷമായിരുന്നു. കാരണം പിന്നെ എനിക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അത്രയ്ക്ക് ഈ ഒരു കാര്യത്തിൽ കർത്താവ് എന്നെ ഇന്ന് വരെയും, ഇപ്പം പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു 5 മിനിറ്റ്സ് എങ്കിലും, ഒരു 10 നന്മ നിറഞ്ഞ പറയുമ്പോൾ എങ്കിലും ചെല്ലുന്ന രീതിയിൽ എനിക്ക് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കർത്താവ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പലരും ആൾക്കാർ പറയും ലൈഫ് ഭയങ്കര സന്തോഷം, ഭയങ്കര ജോളിയായിട്ട് പോകുന്ന, ചിരിച്ചുകൊണ്ടിരിക്കുന്നവരല്ലെങ്കിൽ, പക്ഷേ സ്ട്രഗിളുകൾ ധാരാളം ഉണ്ടാവും. പക്ഷേ ഏതൊക്കെ സ്ട്രഗിളുകൾ ഉണ്ടായാലും തീർച്ചയായിട്ടും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് വലിയൊരു കാര്യം. ഞാൻ ബിസിനസ്സാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാൻ ആ സർജറിയുമായിട്ടൊന്ന് കണക്ട് ചെയ്തതെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കൊറോണ നമ്മുടെ എല്ലാവരുടെയും ബിസിനസ്സിനെയും, എല്ലാ ബിസിനസ്സുകളെയും, ചുരുക്കം ചില ബിസിനസ്സുകളല്ലാതെ ബാക്കി എല്ലാ ബിസിനസ്സുകളെയും അഫക്റ്റ് ചെയ്തൊരു പീരീഡായിരുന്നു എൻ്റെ വേൾഡ്. ഞങ്ങൾക്കും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ ബിസിനസ് ഓൾമോസ്റ്റ് 20% താഴേക്ക് വന്നു. കാരണം ഞങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം ഷോപ്സായിരുന്നു. ഇപ്പോൾ കടകളെല്ലാം അടയ്ക്കാൻ പറഞ്ഞപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാത്ത രീതിയിൽ ബിസിനസ് ഭയങ്കരമായിട്ട് വന്നു. ഞാൻ പലപ്പോഴും വിചാരിക്കുന്നത് ചില കാര്യങ്ങൾ ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ആ സ്ട്രഗിളുകൾ പലപ്പോഴും ഞങ്ങൾക്ക് വേണമെങ്കിൽ പല രീതിയിൽ ഞങ്ങൾക്ക് അതിനെ ഒന്ന് ബൈറൂട്ട് ചെയ്യാമായിരുന്നു ഞങ്ങളുടെ ബിസിനസ്. കാരണം ബില്ലില്ലാണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് എംപ്ലോയീസിന് സാലറി കൊടുക്കാനുള്ള കാശ് മാത്രം നമുക്ക് മതി. അപ്പോൾ അത് മാത്രം നമുക്ക് ചെയ്യാം. അത് ബില്ല് കാണിക്കേണ്ട കാര്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിപ്പോഴും വിചാരിക്കുന്നത് കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ പുറത്തുനിന്ന് ഫണ്ട് സോഴ്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ GST ഒക്കെ പേ ചെയ്തത്. അപ്പം ഞാനത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ബിസിനസ് എപ്പോഴും ഒരു ഷോർട്ട് ടൈം ബിസിനസ് അല്ല. ബിസിനസ് ശരിക്കും പറഞ്ഞാൽ ഫോർ ജനറേഷനാണ്. നമ്മൾ നോക്കിയറിയാൻ പറ്റും, നമ്മൾ US-ലൊക്കെ നോക്കിയറിയാൻ പറ്റും, ബിസിനസ് ആർ ഫോർ ജനറേഷൻസ്. നമ്മൾ ഷോർട്ട് ടൈം ബിസിനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ലോങ് ടൈം എന്ന് പറയുമ്പോൾ ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഞങ്ങൾ അന്ന് ആ എടുത്ത മെഷേഴ്സൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ടീമുകളൊക്കെ വന്ന സമയത്ത് ഞങ്ങളുടെ ബുക്സൊക്കെ വളരെ കറക്റ്റായിരുന്നു. അപ്പോൾ അത് ഞങ്ങളെ ലോങ് ടൈം ഹെൽപ്പ് ചെയ്തു. അത് ആ ഒരു സമയത്ത് ഞങ്ങൾ അങ്ങനത്തെ ഒരു പോസിബിലിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്തതല്ല. പക്ഷേ നമ്മളെപ്പോഴും ഒരു ജെനുവിനിറ്റി കാണുമ്പോൾ, ആ ജെനുവിനായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം ഇത് വളരെ ഡിഫറെൻ്റ് ആംഗിളിലാണ് ഇതിനെ കാണുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ വന്നേക്കുന്ന ഞങ്ങളുടെ ഒരു ഒരു ടീം, പുതിയൊരു ഇൻവെസ്റ്റർ ടീം, ശരിക്കും പറഞ്ഞാൽ ഹൗ വി പ്ലഗ് ഇൻ എന്ന് പറയത്തില്ലേ, ഭയങ്കരമായിട്ട് അത് നമുക്ക് എന്തായിരുന്നു ലാഗ് ചെയ്തുകൊണ്ടിരുന്നത് അതിലേക്കാണ് ആൾക്കാർ വന്ന് ചേർന്നത്. അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അപ്രോച്ച് ചെയ്യുമ്പോൾ, ഞാൻ ദുബായിൽ പോകുന്ന സമയത്ത് ഞാൻ പറയാതെ എൻ്റെ കൂടെ നമ്മുടെ ജിസു ചേട്ടനുണ്ടായിരുന്നു. ചേട്ടനാണ് എന്നെ ഇവരോട് കണക്ട് ചെയ്യുന്നത്. ഞങ്ങൾ മെട്രോ ട്രെയിൻ പോലും ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾ ചെല്ലുന്നു, ട്രെയിൻ വരുന്നു, കാണുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്ലോ നമുക്ക് ഭയങ്കരമായിട്ട് ഇതിനകത്ത്, അപ്പോൾ നമുക്ക് മനസ്സിലാവുമായിരുന്നു ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് വന്നതും ഇപ്പോൾ ബിസിനസ് വേറൊരു ലെവലിലേക്ക് ഫ്ലറിഷ് ചെയ്യപ്പെടുന്നതും മുന്നോട്ട് പോകുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഏത് ആക്ടിവിറ്റി ആണെങ്കിലും, ബിസിനസ് ആണെങ്കിലും ജോലിയാണെങ്കിലും നമ്മുടെ പ്രൊഫഷൻ ആണെങ്കിലും ഒക്കെ, നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ കാണിക്കുന്ന ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജെനുവിനിറ്റിയാണ്. അത് ചില വാല്യൂസ് നമുക്കുണ്ട്, ചില എത്തിക്സുകൾ നമുക്കുണ്ട്. അത് നമുക്ക് ഡീവിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് നമ്മൾ ബോധ്യം കൊടുക്കുന്നതാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മൾ പറയുന്നതിനകത്തേക്കാൾ കൂടുതൽ നമ്മളെ പ്രവൃത്തിയാണ്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നത്, ഞങ്ങളെ രണ്ടുപേരും ദൈവം ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചു. തീർച്ചയായിട്ടും ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളുടെ ഈ ഒരു മിനിസ്ട്രിങ്ങും ഇപ്പോൾ GSUത്തിലാണെങ്കിലും ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ദൈവം ഞങ്ങളെ ചെയ്യിപ്പിക്കുന്നുണ്ട്, ക്രമീകരിക്കുന്നുണ്ട്. സമയമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളും തീർച്ചയായിട്ടും ഞങ്ങൾ വിചാരിക്കുന്നത് ഈ മക്കളുടെ കൂടെ ആയിരിക്കുമ്പോൾ, പിള്ളേരുടെ കൂടെയൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളുടെ സ്പിരിച്വാലിറ്റി ശരിക്കും സ്ട്രെങ്തൻ ചെയ്യപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ, അവരുടെ കൂടെ പോകുമ്പോഴൊക്കെ നമ്മൾ ആണ് കുറച്ചും കൂടെ റിഫൈൻഡ് ആകുന്നത് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്കൊരു പ്ലാറ്റ്ഫോമാണത്.
അപ്പം തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ സന്തോഷമാണ് ഇങ്ങനെ ആയിരിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ. ദൈവം ഞങ്ങളെ ക്രമീകരിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഈശോയ്ക്ക് ഒത്തിരി നന്ദി.